ഇന്നലെ ഞാൻ വിചാരിച്ചുള്ളൂ ഇനി ചിക്കൻ മേടിക്കുമ്പോൾ എന്തായാലും ടർക്കിഷ് ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പം ഞാൻ ഇന്ന് തന്നെ ചിക്കൻ മേടിച്ചു കൂട്ടാം. അപ്പം ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കാമല്ലോ. അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ആ പേസ്റ്റും ഉപ്പും മസാലകളും നമ്മുടെ സാധാ മസാലകൾ തന്നെ, പിന്നെ കുറച്ച് തൈരും കൂടിയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ചധികം സമയം അതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി ബട്ടർ നാൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് തൈര് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ്, പിന്നെ 1 സ്പൂൺ പഞ്ചസാര, പിന്നെ ബേക്കിംഗ് പൗഡർ ഓർ ബേക്കിംഗ് സോഡ രണ്ടും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഏതായാലും ഒന്നായാലും കുഴപ്പമില്ല. പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് കുഴച്ച് നല്ലൊരു ഡോ ആക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ടർക്കിഷ് ചിക്കനിട്ട് ഒരു മെയിൻ ഐറ്റമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ഒന്നുമില്ല, ബട്ടറിലേക്ക് കുറച്ച് മൈദ എടുത്തിട്ട് അതൊന്ന് ക്രീമാക്കി എടുക്കണം. അതിനായിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതൊരു ക്രീമായിട്ട് വരട്ടെ. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ഇടാൻ മറക്കണ്ട. പിന്നെ നമ്മൾ നേരത്തെ മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അത് ഞാൻ വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ച ആ ക്രീമൊക്കെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ ഞാനിവിടെ ചീസാണ് ഇട്ട് കൊടുക്കണേ. മൊസറല്ല ചീസാണെങ്കിൽ ഒന്നുകൂടിയും ബെറ്റർ ആയിരിക്കും. പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് ഒന്നും കൂടിയും സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് മല്ലിയിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബട്ടർ നാനും കൂടി നമുക്ക് സെറ്റാക്കാം. നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഡോയിൽ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്കത് പരത്തിയെടുക്കാം കേട്ടോ. കറക്റ്റ് റെസിപ്പി ഒന്നും എനിക്ക് അറിയില്ലെങ്കിലും ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കണതായതുകൊണ്ടും തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കൊളായി പോകുമെന്ന്. പക്ഷെ കൊളായൊന്നുമില്ല, നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ബട്ടറിൽ മല്ലിയിലയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഫൈനലി നമ്മുടെ ടർക്കിഷ് ചിക്കനും ബട്ടർ നാനും ഇതേ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയേ ഇല്ലത്. കറക്റ്റ് ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.